നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സ്വന്തം സംസ്ഥാനം. ഒരു സീറ്റിൽ എതിരില്ലാതെ BJP അവിടെ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആദ്യത്തെ ജയം സമ്മാനിക്കുന്നത് ഗുജറാത്താണ്. ആകെയുള്ള 26 സീറ്റിൽ ഒരു സീറ്റിൽ അവിടെ BJP എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ബാക്കി 25 സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്നലെ കഴിയുകയും ചെയ്തു. 2014-നെയും 2019-നെയും അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി എന്നുള്ളതാണ് ഗുജറാത്തിനെ ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാക്കുന്നത്. 2014-ൽ 63.66% ഗുജറാത്തിലെ പോളിംഗ്. 2019-ലാകട്ടെ അത് 64.51 എന്ന നിലയ്ക്ക് കുറച്ചുകൂടി ഉയർന്നു, 1% ഉയർന്നു. പക്ഷേ ഇക്കുറി പ്രാഥമിക കണക്കനുസരിച്ച് പോളിംഗ് 59.51% മാത്രമാണ്. ഏറ്റവും അവസാനത്തെ കണക്കെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് 60%-ന് കുറച്ച് മുകളിലേക്ക് പോയേക്കാം, അത്രയേ ഉള്ളൂ. എങ്കിലും ഒരു 3 മുതൽ 4% വരെ പോളിംഗ് കുറവായിരിക്കും ഗുജറാത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക. എന്തുകൊണ്ടാണ് ഈ പോളിംഗ് കുറയുന്നത്? എല്ലാ മണ്ഡലങ്ങളിലും 5 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ലീഡ് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും നിരവധി പ്രചാരണ റാലികളിൽ പങ്കെടുത്തു. എന്നിട്ടും പോളിംഗ് കുറഞ്ഞു. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് തുടങ്ങാം. നമുക്കൊപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും സീനിയറായ ജേർണലിസ്റ്റുകളിൽ ഒരാളായ സണ്ണി സെബാസ്റ്റ്യനാണ്. സ്വാഗതം ഈ ഷോയിലേക്ക്. താങ്കൾ എന്ത് വിചാരിക്കുന്നു, എന്തുകൊണ്ടായിരിക്കും ഈ പോളിംഗ് ശതമാനത്തിലൊരു ഇടിവുണ്ടായത്? ഈ മോദി ഫാക്ടർ എന്ന് പറയുന്നൊരു ഘടകം ഗുജറാത്തിലും കുറഞ്ഞു തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് ഈ പോളിംഗ് ശതമാനത്തിലെ കുറവിനെ നമ്മൾ കാണണം. പോളിംഗ് ശതമാനം നേരത്തെ ഉണ്ടായിരുന്ന 2 റൗണ്ടുകളിലും കുറവായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യത്തേത് പ്രത്യേകിച്ച് BJPക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഈ ഫേസിൽ കൂടുതലും BJP വിജയിച്ച സീറ്റുകളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് പോളിംഗ് ശതമാനം കുറയുന്ന, പ്രത്യേകിച്ച് ഗുജറാത്തിൽ കുറയുന്നത് അതൊരു ഇൻഡിക്കേഷൻ ആയിട്ട് എടുക്കേണ്ടി വരുമെന്നാണ് എന്റെ വിചാരം. കാരണം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സ്റ്റേറ്റും അതുപോലെ തന്നെ അവരുടെ മോഡൽ സ്റ്റേറ്റും ആയിരിക്കുന്നിടത്തെ ആൾക്കാരിൽ ഒരു ആവേശം കാണുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഇൻഡിക്കേഷൻ. പോളിംഗ് ശതമാനം കുറയുന്നതിൽ വേറെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. വെതർ കണ്ടീഷൻസ് എല്ലായിടത്തും തന്നെ മോശമായിരുന്നല്ലോ. ചില സ്റ്റേറ്റുകളിലൊക്കെ പോളിംഗ് ശതമാനം കൂടിയിട്ടുമുണ്ട്. കർണാടക പോലുള്ളിടത്ത്, ഛത്തീസ്ഗഡിൽ കൂടിയിട്ടുണ്ട്. ഗുജറാത്തിൽ കുറയുന്നത് അതും വളരെ നല്ലൊരു ശതമാനം, 4-5%. ഇതിപ്പം മുഴുവനായിട്ടുള്ള ഡേറ്റ വന്നിട്ടില്ല, എങ്കിലും ഒരു 5% എങ്കിലും കുറവുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നേരത്തെ ഉണ്ടായിരുന്ന ഇലക്ഷനേക്കായി. അപ്പൊ ആ ക്ലൗട്ട് അല്ലെങ്കിൽ ആ കരിഷ്മ അല്ലെങ്കിൽ ആ ഷീൻ നഷ്ടപ്പെടുന്നു എന്ന് വേണേ പറയാം. ഇതിനകത്ത് ആൾക്കാർക്ക് അധികം വോട്ടേഴ്സിന് ഇതുപോലെ എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പുറത്തിറങ്ങി വോട്ട് ചെയ്യും. ആ സ്ഥിതിയില്ല. ഒരു ഇൻഡിഫറൻസ് ഏതായാലും ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു.